എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വരാനിരിക്കുന്ന PSCയുടെ LDC LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രധാനമായും കേരളവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിൽ എത്ര റെയിൽവേ ഡിവിഷനുകൾ ഉണ്ട്? 2. കേരളത്തിൽ എത്ര റെയിൽവേ ഡിവിഷനുകൾ ഉണ്ട്? 2. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ ഏതെല്ലാം? തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ ഏതെല്ലാം? തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിൽ എത്ര റെയിൽവേ ജംഗ്ഷനുകൾ ഉണ്ട്? 5. കേരളത്തിൽ എത്ര റെയിൽവേ ജംഗ്ഷനുകൾ ഉണ്ട്? 5. കേരളത്തിലെ റെയിൽവേ ജംഗ്ഷനുകൾ ഏതെല്ലാം? കൊല്ലം, കായംകുളം, പാലക്കാട്, എറണാകുളം, ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ഏത്? കൊല്ലം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ഏത്? കൊല്ലം. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ജില്ല ഏത്? ഇടുക്കി, വയനാട്. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ജില്ല ഏത്? ഇടുക്കി, വയനാട്. ഒരേ ഒരു സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ല ഏത്? പത്തനംതിട്ട. ഒരേ ഒരു സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ല ഏത്? പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? തിരുവനന്തപുരം. കേരളത്തിൽ റെയിൽവേ മെയിൽ സർവീസ് തുടങ്ങിയ വർഷം? 1907. കേരളത്തിൽ റെയിൽവേ മെയിൽ സർവീസ് തുടങ്ങിയ വർഷം? 1907. റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി? ജോൺ മത്തായി. റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി? ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിൽ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മലയാളി? ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിൽ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മലയാളി ജോൺ മത്തായി. രണ്ടാമത്തെ റെയിൽവേ മന്ത്രിയായ കേരളക്കാരൻ? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. രണ്ടാമത്തെ റെയിൽവേ മന്ത്രിയായ കേരളക്കാരൻ? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രിക് സർവീസ് തുടങ്ങിയ വർഷം എവിടെ? എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് തുടങ്ങിയത്? എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന വർഷം? 2001. കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന വർഷം? 2001. കൊല്ലം ജില്ലയിലെ പെരുമൺ ദുരന്തം നടന്ന വർഷം? 1988 ജൂലൈ 8. പെരുമൺ ദുരന്തം നടന്ന വർഷം? 1988 ജൂലൈ 8. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ്റെ ഭാഗമായ ഹരിത റെയിൽവേ സ്റ്റേഷൻ? കാവൽക്കിണർ, തമിഴ്നാട്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ്റെ ഭാഗമായ ഹരിത റെയിൽവേ സ്റ്റേഷൻ? കാവൽക്കിണർ, തമിഴ്നാടു. കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമുള്ള സർവീസ്? തിരുവനന്തപുരം ഗുവാഹത്തി. കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമുള്ള ട്രെയിൻ സർവീസ്? തിരുവനന്തപുരം ഗുവാഹത്തി. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ്? വിവേക് എക്സ്പ്രസ്, കന്യാകുമാരി മുതൽ ദിബ്രുഗഡ് വരെ. വിവേക് എക്സ്പ്രസ്, കന്യാകുമാരി ദിബ്രുഗഡ്. താങ്ക് യു.